വെൽക്കം ബാക്ക് ടു എഡ്യു ലൈവ്. ഇന്ന് നമ്മളിവിടെ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഈ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എഡ്യു ലൈവിന്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എഡ്യുവിലെ പുതിയ ക്ലാസ്സുകൾക്കായുള്ള നോട്ടിഫിക്കേഷനായി സബ്സ്ക്രിപ്ഷൻ ബട്ടണിന്റെ അടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. The nervous system can be classified into two. The first one is central nervous system and the second one is peripheral nervous system. അല്ലെ, നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. Central nervous system consists of brain and spinal cord, and the peripheral nervous system consists of spinal nerves and cranial nerves. അല്ലെ, നമ്മുടെ സ്പൈനൽ കോഡിനും അതുപോലെ തന്നെ ബ്രെയിനിനും എറേസ് ചെയ്യുന്ന നെർവ്സ് അടങ്ങിയ ഗ്രൂപ്പാണ് ഈ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മൾ ഈ ഒരു ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ബ്രാഞ്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിയോണ്ട് ദ കോൺഷ്യസ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. മെയിൻ ആയിട്ട് അവരുടെ ആക്ഷൻസ് നടക്കുന്നത് ഗ്ലാൻസിലാണ്, അതേപോലെ സ്മൂത്ത് മസിൽസ്, പിന്നെ ഒന്നുള്ളത് കാർഡിയാക് മസിൽസ്. ഈ മൂന്ന് ഏരിയാസിലാണ് ഇവരുടെ മെയിൻ ആയിട്ട് വരുന്ന ആക്ഷൻസ്. ആൻഡ് ദ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. First one is sympathetic system and the next one is parasympathetic system. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. Okay, and the autonomous nervous system can be divided into two. The first one is sympathetic system and the second one is parasympathetic system. ഈ രണ്ട് സിസ്റ്റങ്ങളും, സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എന്താ പറയുക എമർജൻസി കണ്ടീഷൻസിനെ എല്ലാം തന്നെ ഫേസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, മെയിൻ ആയിട്ട് സിമ്പതറ്റിക് സിസ്റ്റം. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് വിചാരിക്കുക, ഒരു ക്യാറ്റോ അല്ലെങ്കിൽ ഡോഗോ ആയിരിക്കും ചിലപ്പോൾ ജസ്റ്റ് അതിലേക്ക് ജമ്പ് ചെയ്തേക്കുക. സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആവും, അല്ലെ? അപ്പം അത്തരം കാര്യങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം ആണ്. ആ സമയത്ത് നമുക്കറിയാം റാപ്പിഡായിട്ട് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും, അല്ലെ? അപ്പം അത്തരം ചേഞ്ചസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയെല്ലാം നമ്മളെ ആക്കി തീർക്കുന്നത് ആ ഒരു എമർജൻസി സിറ്റുവേഷനോട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോട് നമ്മുടെ ബോഡിയെ ഒരുക്കി നിർത്തുന്നത് ആരാണ്? നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയാൻ കാരണം. അതേസമയം പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണ്. ആ സമയത്ത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും, അല്ലെ? ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് എല്ലാം എന്തായി ഫാസ്റ്റ് ആയി. പക്ഷേ അത് അതേപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ ബോഡിയെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ആ സമയത്താണ് നമ്മുടെ ബോഡിയെ ഈ ഒരു പാരാസിമ്പതറ്റിക് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പാരാസിമ്പതറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, റെസ്റ്റ് റെസ്പോൺസ് ആണ്. കാരണം അവിടെ എല്ലാം ഇവിടെ എന്തൊക്കെ ഫാസ്റ്റ് ആയോ അതിന്റെ എല്ലാം നോർമൽ സ്റ്റേജിലോട്ട് അത് മാറി വരുന്ന ആ ഒരു ആക്ഷൻ ആണ് നമുക്ക് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിന്റെയും ആക്ഷൻസ് ആണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പഠിക്കാൻ, അല്ലെ? നമ്മുടെ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ് എല്ലാം സിമ്പിൾ ആയിട്ട് പോയി. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബോറിംഗ് തുടങ്ങാൻ തുടങ്ങി. കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിക്കണം, പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിക്കണം. സംഭവം ഈസിയാണ്, പക്ഷെ നമുക്ക് അത് കേൾക്കുന്ന സമയത്ത് ഒരു കുറച്ച് ബോറിംഗ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നമുക്ക് കുറെ കൂടി ബോറിംഗ് അനുഭവപ്പെടുന്ന ഒരു ഏരിയയായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക്
ഈ ഒരു പാർട്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിന് സിമ്പതറ്റിക് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ആക്ഷൻസും നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും ഇത് പോവുകയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, സിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ആക്ഷൻസ് നമുക്ക് നോക്കാം. ദി പ്യൂപ്പിൾ ഡയലേറ്റ്സ്, പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്സ്. ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻ തോന്നാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് പേടിച്ച് നമ്മളെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയും, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും. പക്ഷെ നമ്മൾ ബയോളജിക്കലായിട്ട് പറയുന്നതാണ് പ്യൂപ്പിൾ ഡയലേറ്റ്സ്. അപ്പൊ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തത്. അതിന്റെ നോർമൽ കണ്ടീഷൻ കുറച്ച് കഴിയുന്ന സമയം നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ രീതിയിലോട്ട് തന്നെ ചേഞ്ച് ചെയ്യും. അതായത് ഇതെന്ത് ചെയ്യും? പ്യൂപ്പിൾ കോൺട്രാക്ട്സ്, അല്ലെ? അപ്പം ഡയലേറ്റ് ചെയ്തിരുന്ന പ്യൂപ്പിൾ പിന്നെ എന്ത് ചെയ്യും? കോൺട്രാക്ട് ആയി അല്ലെങ്കിൽ സങ്കോചിച്ചു വരും. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് ഓർത്തിരിക്കുക. സിമ്പതറ്റിക് സിസ്റ്റത്തിലാവുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താവാം, നമ്മളെന്തോ കണ്ട് പേടിച്ചതാവാം അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. അതേസമയം പാരാസിമ്പതറ്റിക്കിൽ വരുന്ന സമയത്ത് ആ ഒരു ഡയലേറ്റ് ചെയ്ത പ്യൂപ്പിൾ നോർമൽ കണ്ടീഷനിലോട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്ത് വരും. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്? സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസസ്. ഇതേപോലെ സെക്കൻഡ് ഒരു കണ്ടീഷൻ ആണ്, ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള. നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ വെള്ളം ഉണ്ടാവില്ല പറയും, അല്ലെ? പെട്ടെന്ന് വായിൽ വെള്ളം പോലും ഇല്ലാതെ. എന്തുകൊണ്ടാണ് വെള്ളം ഇല്ലാതാവുന്നത്? നമ്മുടെ വായിൽ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സലൈവയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് അതിന്റെ പ്രൊഡക്ഷൻ ആയ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവയാണ്. സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവും. അതുകൊണ്ടാണ് നമുക്ക് വായിൽ വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ പാരാസിമ്പതറ്റിക് വരുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? അത് നോർമൽ കണ്ടീഷനിലോട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവും. അപ്പോൾ 2 പോയിന്റ് ഓർത്തിരിക്കുക. നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണ്, നമ്മളിത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആദ്യത്തെ ഓർത്തിരിക്കുക, നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. അപ്പം ആ ഒരു പ്രയോഗം നമ്മുടെ ഓർത്തിരുന്നാൽ മതി. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പതറ്റിക്കിൽ വരുന്ന സമയത്ത്. പാരാസിമ്പതറ്റിക്കിൽ എന്താണ്? പ്യൂപ്പിൾ കോൺട്രാക്ട്സ്. ആൻഡ് ദി സെക്കൻഡ് വൺ, ദ സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസസ്. ഇവിടെ ആവുന്ന സമയത്ത് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് സലൈവ പ്രൊഡക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഡിക്രീസ് ലെവലായിരിക്കും. ആൻഡ് ഇൻ പാരാസിമ്പതറ്റിക് സിസ്റ്റം ദ സലൈവ പ്രൊഡക്ഷൻ എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ലെവലായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പതറ്റിക്കില് വരുന്ന സമയത്ത്. നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. ട്രക്കിയ എക്സ്പാൻസ്. ട്രക്കിയ എക്സ്പാൻസ് നമ്മൾക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം, അല്ലെ? നമ്മൾ പേടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ബ്രീത്തിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ബ്രീത്തിങ് വളരെ ഫാസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്തായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും, അല്ലെ? അപ്പം ആ സമയത്ത് നമ്മുടെ ഈസി ആയിട്ട് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ നമ്മുടെ ട്രക്കിയ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് നിൽക്കണം, അല്ലെ? ആ ഒരു പാസേജ് എക്സ്പാൻഡ് ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രക്കിയ ബിക്കംസ് എക്സ്പാൻസ്. അതിന്റെ മറ്റൊരു കേസ് അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക്കിൽ വരുമ്പം അവിടെ എന്തായിരിക്കും വരിക? ട്രക്കിയ ബിക്കംസ് കോൺട്രാക്ട്സ്. എപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ മാത്രം മതി ഈ ഒരു എക്സ്പാൻഡഡ് ഫോം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ട്രക്കിയ നോർമൽ കണ്ടീഷനിലോട്ട് തന്നെ തിരിച്ചു പോകും. ദാറ്റ് ഈസ് തേർഡ് വൺ. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? പ്യൂപ്പിൾ ബിക്കം ഡയലേറ്റ്സ് ആയിരുന്നു. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ്. ആൻഡ് ദ തേർഡ് വൺ, ദ ട്രക്കിയ ബിക്കംസ് expands. And the fourth point, the heartbeat increases. So നമുക്ക് ഇത് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ ഇൻക്രീസ് ചെയ്യും, അല്ലെ? അത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ കേസിലോട്ട് നോർമലി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകും. ഇവിടെ നമുക്ക് ഇൻക്രീസസിന് പകരം ഡിക്രീസസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഹാർട്ട് ബീറ്റ് കുറെ സമയം ഇൻക്രീസ് ആയിരുന്നാലും അതേപോലെ തന്നെ
ഡിക്രീസ് ആയിരുന്നാലും നമുക്ക് പ്രോബ്ലം ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മളിവിടെ നോർമൽ എന്ന് പറയുന്നത്. നമുക്ക് നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ് ഉണ്ട് അല്ലെ. ആ ഒരു റേറ്റ് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡി നല്ല രീതിയിൽ നടക്കുള്ളൂ, ബോഡി ആക്ടിവിറ്റീസ് എല്ലാം നടക്കുള്ളൂ. ഫോർത്ത് പോയിന്റ് ഓർത്തിരിക്കുക, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് in parasympathetic system, the heartbeat becomes normal. Next, fifth point നോക്കാം, the gastric activities become slows down. Okay, gastric നമ്മുടെ സ്റ്റൊമക്കിന്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പം ഈ ഒരു ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് എക്സാമിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമുക്കറിയാം ആ സമയത്ത് നമുക്ക് വിശപ്പ് വല്ലാതെ ഉണ്ടാവില്ല അല്ലെ. ഫുഡൊന്നും നമ്മൾ സാധാ കഴിക്കുന്ന അത്രത്തോളം ഫുഡ് നമുക്ക് കഴിക്കേണ്ടി വരില്ല, കാരണം നമുക്ക് വിശപ്പ് കുറവായിരിക്കും. ആ ഒരു വിശപ്പിന് കുറവിന് കാരണം നമ്മുടെ ഈ ഒരു സ്റ്റൊമക്കിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു എമർജൻസി കണ്ടീഷനാണ് അല്ലെ. പക്ഷേ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ആക്ടിവിറ്റീസ് എല്ലാം എന്തായിരിക്കും, അത് നോർമലിലോട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് എന്തായിരിക്കും, ഒരു നോർമൽ സ്ഥിതിയിലോട്ട് വരും, നമുക്ക് എപ്പോഴും വിശപ്പായിരിക്കും. അപ്പം ഈ ഒരു ഫിഫ്ത്ത് പോയിന്റ് ഓർത്തിരിക്കുക, ദ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം സ്ലോസ് ഡൗൺ ബട്ട് ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഇറ്റ് ബിക്കംസ് നോർമൽ. ഇനി സിക്സ്ത് പോയിന്റ് നോക്കാം, ദ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ഈ ഒരു പ്രോസസ് നടക്കുന്നത്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് നടക്കുന്നത് ലിവറിലാണ്. ഓക്കെ, ഈ ഒരു നമ്മുടെ നോർമൽ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലൂക്കോസിനെ എല്ലാം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസിനെ എല്ലാം നമ്മൾ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റി ആ എനർജിയാണ് നമ്മൾ നമ്മുടെ ഡിഫറെന്റ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എമർജൻസി കണ്ടീഷനിൽ നമ്മൾ ഇത്രയും കണ്ടു എത്രത്തോളം ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി. ഈ പ്രോസസ്സ് എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് നോർമൽ കേസിനെക്കാട്ടും കൂടുതൽ എനർജി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോർ ചെയ്ത് വെച്ച് ഗ്ലൈക്കോജനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഈ ഗ്ലൂക്കോസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും എനർജി, ഇത്രയും പ്രോസസ്, ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ് നടക്കാനുള്ള എനർജി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് പാരാസിമ്പത്തറ്റിക് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരം പ്രോസസ് എല്ലാം സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ ഈ ഒരു സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ അത്രയും എത്രത്തോളം ഫാസ്റ്റ് ആയി നടന്നാന്ന് നമുക്കറിയാം അല്ലെ. പക്ഷേ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എത്തുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. എത്രത്തോളം ഫാസ്റ്റ് ആയി നടന്ന പ്രോസസ് ആയിരുന്നോ അതെല്ലാം എന്ത് ചെയ്തു, നോർമൽ കണ്ടീഷനിലോട്ട് തിരിച്ചു വന്നു. സോ നമുക്ക് അവിടെ അത്രയും എനർജി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി മാറ്റി വെക്കും. ഈ ഒരു പ്രോസസ് ഓർത്തിരിക്കാൻ, ഈ ഒരു പ്രോസസ് നടക്കുന്നത് ലിവറിലാണ്. Okay, and the sixth point is the glycogen is converted into glucose, that is takes place in the sympathetic system. But in the parasympathetic system, this glucose is converted into glycogen. നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി സെവൻത് പോയിന്റ് നോക്കാം. സെവൻത് പോയിന്റ് എന്തായിരുന്നു, the peristalsis becomes slows down. What is peristalsis? നമ്മൾ 9th പഠിച്ചതാണ്. peristalsis എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേവ് ലൈക്ക് മൂവ്മെന്റ് അല്ലെ. നമ്മുടെ ഫുഡിന്റെ വേവ് ലൈക്ക് മൂവ്മെന്റ്, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്നേക്ക് ഒക്കെ ഇരവിഴുകുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. ആ ഒരു ഫുഡ് പോകുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പുറമെ നോക്കുമ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും അല്ലെ. ആ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെയാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൂടെ ഫുഡ് പോകുന്നത്. ഓക്കെ, ആ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റിനെയാണ് നമ്മൾ ഈ ഒരു പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പെരിസ്റ്റോൾസിസ് മൂവ്മെന്റ്, ഈ ഒരു പെരിസ്റ്റോൾട്ടിക് മൂവ്മെന്റ് ബിക്കംസ് എങ്ങനെയായിരിക്കും, സ്ലോ ആയിരിക്കും അല്ലെ. പക്ഷേ പാരാസിമ്പത്തറ്റിക്കിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് എങ്ങനെയായിരുന്നോ നോർമൽ സാധാ ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്നത് അതേ സ്ഥിതിയിലോട്ട് അത് എന്ത് ചെയ്യും, തിരിച്ചു പോകും. അപ്പം ഓർത്തിരിക്കുക, in the peristalsis becomes slows down and in parasympathetic system the peristalsis become normal. This is the last point. The urinary bladder regains normal states. Urinary bladder normal സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരാസിമ്പത്തറ്റിക് അത് ഏത് സ്റ്റേറ്റിലായിരിക്കും, കോൺട്രാക്ട് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ രണ്ട് സിസ്റ്റത്തിൽ നടക്കുന്ന ആക്ഷൻസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം.
പ്യൂപ്പിളിന്റെ കേസ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാവുമ്പോൾ സമയത്ത് എന്തായിരുന്നു? പ്യൂപ്പിൾ ബിക്കംസ് ഡയലേറ്റ്സ്, ബട്ട് ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഇറ്റ് ബിക്കംസ് കോൺട്രാക്ട്. അല്ലെ, നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസ് കൂടി ഓർത്തിരിക്കുക. ആ സമയത്ത് നമുക്ക് 1 by 1 ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ സലൈവയാണ്. അല്ലെ, സലൈവ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വായല് വെള്ളം ഉണ്ടാവില്ല. അല്ലെ, സലൈവയുടെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സലൈവ പ്രൊഡക്ഷൻ ബിക്കംസ് ഇൻക്രീസസ്. ആൻഡ് ദ തേർഡ് വൺ ട്രക്കിയ. ബ്രീത്തിങ് നമുക്ക് ഇൻക്രീസ് റേറ്റ് ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ബ്രീത്തിങ് ഫാസ്റ്റ് ആവണമെങ്കിൽ ട്രക്കിയ എക്സ്പാൻഡ് ആവണം. അല്ലെ, ട്രക്കിയ എക്സ്പാൻഡഡ് ഫോമിലായിരിക്കും. ബട്ട് ഇൻ പാരാസിമ്പത്തറ്റിക് വരുന്ന സമയത്ത് കോൺട്രാക്റ്റഡ് ഫോമിലായിരിക്കും, സങ്കോചിക്കും. അല്ലെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് ഹാർട്ട്. ഹാർട്ടിന്റെ കേസ് വരുമ്പോൾ ഹാർട്ട് ബീറ്റ് ആണ്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് ആയിരിക്കും. ബട്ട് ഇൻ പാരാസിമ്പത്തറ്റിക്കിൽ വരുന്ന സമയത്ത് നോർമൽ എന്ന് പറയണം. കാരണം നമുക്ക് ഈ ഒരു ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആയാലും നോർമൽ ലെവലിനെക്കാട്ടും ഡിക്രീസ് ആയാലും നമുക്ക് പ്രോബ്ലം ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നോർമൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് സ്റ്റൊമക്ക്. ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്ലോ ഡൗൺ ചെയ്യും. അത് നമ്മുടെ വിശപ്പിന്റെ കാര്യമൊന്നും ഓർത്താൽ മതി. ബട്ട് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് അവിടെയുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സിക്സ്ത് പോയിന്റ് ഈസ് ലിവർ. ലിവർ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാവുന്ന സമയത്ത് ദ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ബിക്കോസ് ഈ ഒരു ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ടാണ് എനർജി പ്രൊഡക്ഷൻ. ആ ഒരു എനർജിയാണ് ഇത്രയും ആക്ടിവിറ്റീസ് ഫാസ്റ്റായി നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ പാരാസിമ്പത്തറ്റിക് വരുന്ന സമയത്ത് എന്തായിരിക്കും? ദ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ വീണ്ടും നമ്മൾ അടുത്ത ഇങ്ങനെയുള്ള ഒരു എമർജൻസി ആക്ഷൻ നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സെവൻത് വൺ ഈസ് ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ പറയുന്ന സമയത്ത് ദ പെരിസ്റ്റോൾസിസ് ബിക്കംസ് എങ്ങനെയായിരിക്കും? വെരി സ്ലോ ആയിരിക്കും. അല്ലെ, ആ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കും. ഡൈജഷനും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അബ്സോർപ്ഷനും കാര്യങ്ങളും എല്ലാം അവിടെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് പാരാസിമ്പത്തറ്റിക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമലിലോട്ട് അത് തിരിച്ചു വരും. ആൻഡ് യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിലായിരിക്കും. ബട്ട് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കോൺട്രാക്ട് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ ഇതെല്ലാം നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇത് മറന്നു പോകില്ല. നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് എഴുതാനും പറ്റും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.